ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഉച്ചയൂണ് കഴിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഇലയാണ് ഊണെന്ന് പറഞ്ഞു. പക്ഷേ ഇല കാണുന്നില്ല, ഇലയില്ല. അപ്പോൾ അവിടേക്ക് ഞാൻ ചോദിച്ചു, ഇലയില്ലേ? ഇല്ല സാറേ, തീർന്നു പോയി, അതിൻ്റെ ക്യാഷ് കുറച്ച് തന്നാൽ മതി എന്നൊരു വാക്കെൻ്റെ ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ ഏതാണ്ട് 700ഓളം ഊണ് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 700 ഇലയും കിട്ടാനൊക്കെ ഇപ്പോൾ പാടാണ്. അപ്പം ഇതിൽ ഒരുപാട് സാധ്യതകൾ എനിക്കുണ്ടെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വാഴ കൃഷി തുടങ്ങിയത്. വാഴ കൃഷിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വാഴയുടെ ഇലയാണ്. എനിക്കങ്ങനെ 1.5 ഏക്കറിലോളം വാഴ കൃഷി ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ വാഴയുടെ ഇലകളാണ് എനിക്കിതിൽ പ്രയോജനം ചെയ്തത്. ഞാൻ മറ്റേ കൊലയൊന്നും വലിയതായിട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ വാഴയുടെ ഇല ഒരുപാട് ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ കല്യാണ സദ്യകൾക്കും ഒക്കെ വളരെയധികം ഡിമാൻഡുള്ളതാണ്. വളരെയധികം തൊഴിൽ സാധ്യതകൾ ഉള്ള ഒരു കൃഷിയാണിത്. നിങ്ങൾക്ക് തരിശായി കിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ വാഴ കൃഷി ചെയ്തു കഴിഞ്ഞാൽ വാഴയുടെ ഇല നമുക്ക് ഓരോ പ്രാവശ്യം വെട്ടുമ്പോൾ ഓർക്കണം, ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഒരു വാഴയിൽ നിന്നൊരു ഇല കംപ്ലീറ്റ് വെട്ടിക്കഴിഞ്ഞാൽ 8 ദിവസത്തിനുള്ളിൽ അടുത്ത ഇല വെട്ടാൻ തയ്യാറായിക്കോളും. പ്രത്യേകിച്ച് യാതൊരുവിധ പരിചരണവും കൊടുക്കണ്ട. നിങ്ങൾ ആദ്യത്തെ ഒരു വളപ്രയോഗം മാത്രം മതി. അതുകൊണ്ട് വാഴയുടെ ഇല ഇത് ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അടുത്തുള്ള ഹോട്ടലുകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥലത്തിനുള്ള സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല. സ്ഥലം ഉള്ളവർക്ക് ഈ വാഴയുടെ ഇല വെട്ടിക്കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു വരുമാന മാർഗം ആക്കാവുന്നതാണ്.